സംബന്ധിച്ചുള്ളതായിരിക്കുന്ന ചില കാര്യങ്ങൾ പറഞ്ഞാണ് കഴിഞ്ഞ ക്ലാസ് അവസാനിക്കുവാനായിട്ടിടയായത്. ഇനി ഈ യാഗപീഠത്തെ സംബന്ധിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ ഓർപ്പിച്ച ശേഷം അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പ്രവേശിക്കാം. യാഗപീഠത്തെ സംബന്ധിച്ചുള്ളതായിരിക്കുന്ന അടുത്ത കാര്യം, അടുത്ത പോയിന്റ്, യാഗപീഠം സമചതുരത്തിൽ ഉണ്ടാക്കി എന്നുള്ളതാണ്. യാഗപീഠം സമചതുരത്തിലാണ് ഉണ്ടാക്കിയിരുന്നത്. അതിന്റെ നീളം, വീതി എല്ലാം തുല്യ അളവിലാണ് ഉണ്ടാക്കിയിരുന്നത് എന്നാൽ ചിന്തിച്ചത്. അതിന്റെ ആത്മീയ ചിന്ത എന്ന് പറയുന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ ഉയർത്തി കാണിച്ചിരിക്കുന്ന 4 സുവിശേഷങ്ങളെയാണ് അത് സൂചിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ യേശു ക്രിസ്തു മരണ പുനരുത്ഥാനത്താലാണ് ലോകത്തിന്റെ രക്ഷിതാവായി തീരുവാനായിട്ട് ഇടയായത്. ഈ വിഷയം 4 സുവിശേഷങ്ങളിലും ഒരുപോലെ സമാഗമന കൂടാരത്തിലുള്ളതായിരിക്കുന്ന യാഗപീഠം സമചതുരമായിരുന്നു. എന്ന് പറഞ്ഞാൽ നീളം, വീതി എല്ലാം തുല്യം, 4 വശവും ഒരുപോലെ. അത് സൂചിപ്പിക്കുന്നത് യേശുക്രിസ്തുവിന്റെ മരണപുനരുത്ഥാനത്തെ കുറിച്ച് പ്രസ്താവിച്ചിരിക്കുന്ന ആ ഭാഗം യേശുക്രിസ്തു ലോകത്തിന്റെ രക്ഷിതാവാണ് എന്ന കാര്യമാണ് 4 സുവിശേഷങ്ങളിലൂടെ പ്രതിപാദിച്ചിരിക്കുന്നത് എന്നാണ്. ആ 4 വശങ്ങളും ഒരുപോലെ ആയിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം. വീണ്ടും ഈ യാഗപീഠത്തെ സംബന്ധിച്ച് പറയാനുള്ള മറ്റൊരു കാര്യം, യാഗപീഠത്തിന് തണ്ടുകളും വളയങ്ങളും ചെലുത്തിയിരുന്നു എന്നുള്ളതാണ്. യാഗപീഠ നിർമ്മാണത്തെ സംബന്ധിച്ച് നാം പഠിച്ചപ്പോൾ യാഗപീഠത്തിന്റെ 2 വശങ്ങളിലായിട്ട് ഈ 2 വളയങ്ങൾ ഘടിപ്പിച്ചിട്ട് അതിനകത്ത് 2 വശങ്ങളിലും തണ്ടുകൾ ചെലുത്തിയിരിക്കുന്നുവെന്ന് നമ്മൾ ചിന്തിച്ചത്. അതിന്റെ ഒരു ആത്മീയ ചിന്തയാണ് നാം തുടർന്ന് ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ മക്കൾ എവിടെ കൂടാരമടിക്കുന്നുവോ അതിന്റെ മധ്യത്തിലാണ് സമാഗമന കൂടാരം സ്ഥാപിച്ചിരുന്നത്. അത് നമ്മൾ നേരത്തെ ചിന്തിച്ച കാര്യമാണ്. അപ്പോൾ ഈ യാഗപീഠം വാഴ്ത്തപ്പെട്ടവനായിരിക്കുന്ന കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിന് നിഴലാകുന്നു എന്ന് നാം ചിന്തിച്ച കാര്യമാണ്. അത് ഉള്ളിൽ വെച്ചുകൊണ്ട് വേണം ഈ ഭാഗം ചിന്തിക്കുവാൻ. അവർ കൂടാരമടിച്ച് എവിടെ പാർക്കുന്നുവോ അതിന്റെ മധ്യത്തിൽ എന്തുണ്ട്? യാഗപീഠം ഉണ്ട്. എന്ന് പറഞ്ഞാൽ ദൈവമക്കളുടെ മധ്യത്തിലാണ് നമ്മുടെ കർത്താവിന്റെ സ്ഥാനം. അതാണ് ആ ഭാഗം സൂചിപ്പിക്കുന്നത്. അതേസമയം ഇസ്രായേൽ മക്കൾ കൂടാരം പൊളിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് കൂടാരം മാറ്റി അടിക്കുവാനായിട്ടുള്ള യാത്രാ മധ്യത്തിൽ ഇതിന്റെ വളയങ്ങളിൽ തണ്ടുകൾ ചെലുത്തി തോളിൽ വെച്ചുകൊണ്ട് യാഗപീഠം ഇസ്രായേൽ ജനത്തിന്റെ മധ്യത്തിൽ അവരോടൊപ്പം യാത്ര ചെയ്തിരുന്നു എന്നാണ് തണ്ടുകളും വളയങ്ങളും സൂചിപ്പിക്കുന്നത്. അപ്പൊ നമുക്ക് ഇന്ന് രാത്രി അതിൽ നിന്ന് ചിന്തിക്കേണ്ടതായിരിക്കുന്ന ആത്മീയ ചിന്തകൾ, നമ്മുടെ കർത്താവ് നാം കൂടി വരുന്നവരുടെ മധ്യത്തിൽ ഉണ്ടെന്ന് മാത്രമല്ല, നമ്മുടെ ഈ മരുഭൂമി യാത്രാ മധ്യത്തിലും നമ്മുടെ കർത്താവ് നമ്മുടെ യാത്രയിൽ നമ്മോടുകൂടെ ഉണ്ട് എന്നാണ് ആ തണ്ടുകളും വളയങ്ങളും ഉണ്ടായിരുന്നു എന്ന് പറയുന്നതിൽ നിന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നാം ഒരിക്കലും ഭാരപ്പെടേണ്ട ആവശ്യമില്ല. നമ്മുടെ കർത്താവ് തന്നെ വ്യക്തമായി പറയുവാനിടയായ ഒരു ഭാഗമുണ്ട്. ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട്. അപ്പോൾ വളയങ്ങളിൽ തണ്ടുകൾ ചെലുത്തി
അത് ചുമക്കുവാനായിട്ട് ഏൽപ്പിച്ചിരിക്കുന്ന ആ ചുമട്ടുകാർ ഇസ്രായേൽ മക്കൾ യാത്ര ചെയ്യുന്നതായിരിക്കുന്ന സമയത്തും അവരോടൊപ്പം ഈ യാഗപീഠത്തെ വഹിച്ചുകൊണ്ട് അവരോടൊപ്പം തന്നെ യാത്ര ചെയ്തിരുന്നു എന്നാണ് തണ്ടുകളും വളയങ്ങളും സൂചിപ്പിക്കുന്നത്. അതിന്റെ ആത്മീയ അർത്ഥമാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ എല്ലാവരുടെയും ആത്മീയ യാത്രയിൽ, ഈ മരുഭൂമി യാത്രയിൽ നമ്മുടെ കർത്താവ് നമ്മോടുകൂടെ ഉണ്ട്. ഒരിക്കലും നാം തനിയല്ല യാത്ര ചെയ്യുന്നത്, നമ്മുടെ കർത്താവ് നമ്മോടുകൂടെ ഉണ്ട് എന്നാണ് ആ ഭാഗം സൂചിപ്പിക്കുന്നത് എന്ന് പറഞ്ഞ് യാഗപീഠത്തെ സംബന്ധിച്ചുള്ളതായിരിക്കുന്ന ആ വിഷയം ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനി അടുത്തതായിട്ട് നാം ചിന്തിക്കുവാൻ പോകുന്നതായിരിക്കുന്ന ഉപകരണം താമ്രത്തൊട്ടി എന്നുള്ളതാണ്. അതാണ് നമ്മുടെ മെയിൻ ഹെഡിങ് ആയിട്ട് നമ്മൾ എഴുതേണ്ടതായിട്ടുള്ളത്. താമ്രത്തൊട്ടി. സമാഗമന കൂടാരത്തിലെ ഒന്നാം ഭാഗമായിരിക്കുന്ന പ്രാകാരത്തിൽ വെച്ചിരിക്കുന്ന യാഗപീഠം കഴിഞ്ഞ് അടുത്തതായിട്ട് കാണാൻ കഴിയുന്ന രണ്ടാമത്തെ ഉപകരണമാണ് ഏത്? താമ്രത്തൊട്ടി എന്നുള്ളതായിരിക്കുന്ന ഉപകരണം. ആ വാക്യങ്ങളെല്ലാം വായിച്ച് ഇപ്പോൾ നമുക്ക് മുൻപോട്ട് പോകുവാനായിട്ട് സമയമില്ലാത്തത് കൊണ്ട് ഞാൻ പറയുന്നതായിരിക്കുന്ന വേദഭാഗങ്ങൾ നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്തുകൊള്ളണം. പുറപ്പാട് പുസ്തകം 30-ാം അധ്യായം 17 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. പുറപ്പാട് പുസ്തകം 30-ാം അധ്യായം 17 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. അതിനുശേഷം 38-ാം അധ്യായം 30 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. ക്ഷമിക്കണം, 38-ാം അധ്യായം 8-ാം വാക്യമാണ് കേട്ടോ. അപ്പൊ ഈ ഭാഗങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യുക മാത്രമല്ല, നിങ്ങൾക്ക് സമയം ലഭിക്കുമ്പോൾ ഈ ഭാഗങ്ങൾ നിങ്ങൾ വേദപുസ്തകത്തിൽ നിന്ന് വായിക്കുകയും വേണം എന്ന് ഞാൻ പ്രത്യേകം ഓർപ്പിക്കുകയാണ്. ഈ താമ്രത്തൊട്ടി എന്നായിരിക്കുന്ന അതിന്റെ പശ്ചാത്തലം ഞാൻ പറയുകയാണ്. ഈ ഉപകരണം ഇസ്രായേൽ മധ്യത്തിൽ നിന്ന് സമാഗമന കൂടാരത്തിൽ സേവ ചെയ്യുന്ന അനേക സ്ത്രീകളെ നമുക്ക് കാണാൻ കഴിയും. അവര് ഉപയോഗിച്ചുകൊണ്ടിരുന്ന താമ്ര കണ്ണാടി, ആ കാലങ്ങളിൽ താമ്രം, അതായത് പിച്ചള, അത് മിനുക്കിയെടുത്താണ് ഇന്ന് നാം മുഖം നോക്കുന്നത് പോലെയുള്ളതായ ആ സംവിധാനം അവരുപയോഗിച്ചുകൊണ്ടിരുന്നത്. ആ താമ്ര കണ്ണാടികളാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരുന്നത് എന്നുള്ള കാര്യം പ്രാരംഭത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. ഇങ്ങനെ താമ്രത്തൊട്ടി ഒരു പാത്രമാണ്, ഒരു പാത്രം. അതിനകത്ത് വെള്ളം ഒഴിക്കുവാൻ വേണ്ടിയാണ് താമ്രത്തൊട്ടി സമാഗമന കൂടാരത്തിൽ സ്ഥാപിച്ചിരുന്നത്. അതെന്തിനായിരുന്നു എന്ന് ചോദിച്ചാൽ, പുരോഹിതന്മാര് യാഗം കഴിച്ചു കഴിയുമ്പോൾ അവരുടെ കൈകാലുകളൊക്കെ മലിനപ്പെടുവാനായിട്ട് സാധ്യതയുണ്ട്. അതായത് മൃഗങ്ങളെ അറുത്തതിന്റെ രക്തക്കറകളും അതുപോലെ അവിടെ ചെയ്യുന്നതായ ശുശ്രൂഷകളൊക്കെ നാം ശ്രദ്ധിച്ചാൽ പുരോഹിതന്മാരുടെ കൈകാലുകൾ മലിനപ്പെടുന്ന സന്ദർഭത്തിൽ അവര് ഈ താമ്രത്തൊട്ടിയിൽ നിറച്ചിരിക്കുന്ന വെള്ളം ഉപയോഗിച്ചാണ് അവരുടെ കൈകാലുകളൊക്കെ കഴുകിയിരുന്നത്. അതിനാണ് താമ്രത്തൊട്ടിയിൽ സമാഗമന കൂടാരത്തിൽ എന്ത് ചെയ്തിരുന്നത്? വെള്ളം നിറച്ചിരുന്നത്. അതിന്റെ ഉപയോഗമാണ് ഞാനിപ്പോൾ പ്രസ്താവിപ്പാനായിട്ടിടയായത്. ഇനി നമ്മൾ തുടർന്ന്
ഇസ്രായേൽ മക്കൾ മരുഭൂമിവാസം കഴിഞ്ഞ് അവർ കനാൻ ദേശത്ത് പ്രവേശിച്ച ശേഷം അവിടെ ശലോമോൻ മുഖാന്തരം പണി കഴിപ്പിച്ചതായ ആ ആലയത്തിൽ നാം ശ്രദ്ധിച്ചാൽ മരുഭൂമിയിൽ സമാഗമന കൂടാരത്തിൽ വെച്ചിരുന്നതായ താമ്രത്തൊട്ടിക്ക് പകരം ശലോമോന്റെ ആലയത്തിൽ യാഗപീഠം കഴിഞ്ഞ് വെച്ചിരുന്നതായ ആ ഉപകരണത്തെ താമ്രത്തൊട്ടി എന്നല്ല പറയുന്നത്, താമ്രക്കടൽ എന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പ്രസ്താവിച്ചു കൊള്ളാം. അപ്പോൾ തുടർന്ന് ഉള്ളതായിരിക്കുന്ന എല്ലാ ദൈവാലയങ്ങളിലും താമ്രത്തൊട്ടിയിൽ വെള്ളം നിറച്ചതുപോലെ തന്നെ ആ സ്ഥാനത്ത് തന്നെ വെള്ളം അവിടെ വെച്ചതായും അല്ലെങ്കിൽ ഉപയോഗിച്ചതായും എല്ലാ കാലങ്ങളിലും നമുക്ക് കാണുവാൻ കഴിയുന്നതായ കാര്യമാണ്. യെഹെസ്കേൽ പ്രവാചകന്റെ കാലത്ത് താൻ പ്രവചിച്ചതായിരിക്കുന്ന പ്രവചനത്തോടുള്ള ബന്ധത്തിൽ, അതായത് വരുവാനുള്ളതായിരിക്കുന്ന ആലയത്തെ സംബന്ധിച്ചുള്ളതായ കാര്യങ്ങൾ പറയുമ്പോൾ അവിടെയും അത് താമ്രത്തൊട്ടിക്ക് പകരം അവിടെ ഉമ്മരപ്പടിയുടെ കീഴിൽ നിന്ന് ഒരു നദി ഒഴുകി എന്നാണ് യെഹെസ്കേൽ പ്രവാചകൻ പ്രസ്താവിച്ചിരിക്കുന്നത്. യെഹെസ്കേൽ പ്രവചനം 47-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ അത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ പ്രാരംഭമായിട്ട് ഞാൻ ആ ഭാഗം ഓർപ്പിച്ചപ്പോൾ തന്നെ പറയാനുള്ള കാര്യം, പുതിയ നിയമ കാലത്ത് വിശ്വാസികളിൽ നിന്ന് ഒഴുകേണ്ടതായിരിക്കുന്ന പരിശുദ്ധാത്മ പ്രവാഹത്തെയാണ് ഈ താമ്രത്തൊട്ടിയും അതുപോലെ യെഹെസ്കേൽ പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന ആലയത്തോടുള്ള ബന്ധത്തിൽ ഉമ്മരപ്പടിയുടെ കീഴിൽ നിന്ന് ഒഴുകിയതായിരിക്കുന്ന ആ ജീവജല നദിയും ഒക്കെ പ്രസ്താവിക്കുന്നത്. പുതിയ നിയമ വിശ്വാസികളോടുള്ള ബന്ധത്തിൽ പറയുവാൻ കഴിയുന്നത് അവരിൽ നിന്നൊഴുകേണ്ടതായിരിക്കുന്ന പരിശുദ്ധാത്മ പ്രവാഹത്തെക്കുറിച്ചാണ്. അതിന്റെ നിഴലായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. ആ ഭാഗം ഒന്നുകൂടെ നാം വിശദീകരിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായിരിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. അത് എന്തെന്നാൽ, ദൈവം ഇസ്രായേലിന് നൽകിയതായിരിക്കുന്ന 7 പെരുന്നാളുകളിൽ ഏറ്റവും അവസാനത്തെ പെരുന്നാള് ഏതാണെന്നറിയാമോ? കൂടാര പെരുന്നാളാണ്. ഏത് പെരുന്നാളാണ്? കൂടാര പെരുന്നാളാണ്. അങ്ങനെ ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട് 40 വർഷം മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്ത ശേഷം അവര് കനാനിൽ വന്ന് കഴിഞ്ഞു. അവര് ഓരോ വർഷം തോറും ഈ 7 പെരുന്നാളുകൾ അതിന്റെ സമയാസമയങ്ങളിൽ അവര് ആചരിച്ചു പോന്നവരാണ്. ഞാൻ പറഞ്ഞല്ലോ, അതിന്റെ അവസാനത്തെ പെരുന്നാളാണ് ഏത് പെരുന്നാൾ? കൂടാര പെരുന്നാൾ. ഈ കൂടാര പെരുന്നാൾ അവരെ ആചരിപ്പാനായിട്ട് കാരണം, അതിന്റെ പശ്ചാത്തലം നാം നോക്കിയാൽ അവരുടെ പിതാക്കന്മാരെല്ലാവരും എന്ത് ചെയ്തവരാണ്? മരുഭൂമിയിൽ കൂടെ 40 വർഷം യാത്ര ചെയ്ത സമയത്ത് അവർ കൂടാരമടിച്ചാണ് മരുഭൂമിയിൽ പാർത്തിരുന്നത് എന്നുള്ളതിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് അവര് തുടർന്നുള്ളതായിരിക്കുന്ന വർഷങ്ങളിൽ അവരുടെ സന്തത പരമ്പരകൾ എന്ത് ചെയ്തിരുന്നത്? കൂടാര പെരുന്നാൾ അവരാചരിച്ചു കൊണ്ടിരുന്നത്. ഈ കൂടാര പെരുന്നാളിന്റെ അവസാന ദിവസം, ആ കൂടാര പെരുന്നാൾ തീരുന്നതിന്റെ അവസാന ദിവസം ഇവർ ചെയ്തു പോകുന്നതായിരിക്കുന്ന
ഒരു പ്രത്യേക ചടങ്ങുണ്ടായിരുന്നു. ശ്രദ്ധിക്കണം, എന്തായിരുന്നു ആ ചടങ്ങെന്ന് ചോദിച്ചാൽ, യെരൂശലേം ദേവാലയത്തിൽ നിന്ന് അവര് ഒരു ഘോഷയാത്ര നടത്തും. എങ്ങോട്ടാണെന്നറിയാമോ? ശീലോഹോം കുളത്തിന്റെ വക്കിലേക്ക്, അല്ലെങ്കിൽ ശീലോഹോം കുളത്തിലേക്ക് അവരെല്ലാവരും ചേർന്ന മഹാപുരോഹിതൻ ഉൾപ്പെടെ അവരെന്ത് ചെയ്യുമായിരുന്നു? ഒരു ഘോഷയാത്ര നടത്തും. അങ്ങനെ ശീലോഹോം കുളത്തിന്റെ അടുത്ത് ചെന്ന ശേഷം മഹാപുരോഹിതൻ എന്ത് ചെയ്യുമെന്നറിയാമോ? ആ കുളത്തിൽ നിന്ന് തന്റെ വക്കലുള്ളതായിരിക്കുന്ന ഒരു സ്വർണ്ണക്കുടവുമായിട്ട് ചെന്ന് ആ കുടത്തിൽ, ശീലോഹോം കുളത്തിൽ നിന്ന് വെള്ളം കോരി ആ നിറച്ച് തന്റെ കയ്യിലെടുക്കും. എടുത്ത ശേഷം വീണ്ടും എന്ത് ചെയ്യുമെന്നറിയാമോ? അവര് തിരിച്ച് ദേവാലയത്തിലേക്ക് മടങ്ങി യാത്ര ചെയ്യും. അപ്പോൾ അതിനുവേണ്ടി ഒരുപാട് സമയങ്ങൾ വിനിയോഗിക്കും. ഒരുപക്ഷെ നല്ല വെയിലുള്ള സമയമായിരിക്കാം. പക്ഷേ അവരാരും ഈ യാത്രയിൽ ദാഹിച്ചാൽ അവര് വെള്ളം കുടിക്കുക പതിവില്ലായിരുന്നു. എന്തുകൊണ്ടാ വെള്ളം കുടിക്കാതിരുന്നു എന്നറിയാമോ? ഇസ്രായേൽ മക്കൾ, അവരുടെ പിതാക്കന്മാര് മരുഭൂമിയിൽ യാത്ര ചെയ്തപ്പോൾ അവര് ദാഹിച്ചു വലഞ്ഞ സന്ദർഭങ്ങൾ ഉണ്ട് എന്ന് ഓർമ്മിക്കുവാൻ വേണ്ടിയാണ് ഇവരാരും ആ യാത്രയിൽ വെള്ളം കുടിക്കാതെ ഇരുന്നത്. അങ്ങനെ മടങ്ങി വരുന്നതായിരിക്കുന്ന ജനം അവർ ദേവാലയത്തിൽ എത്തിച്ചേർന്ന ശേഷം മഹാപുരോഹിതന്റെ പക്കലിരിക്കുന്നതായ സ്വർണ്ണക്കുടത്തിലെ വെള്ളം, ശീലോഹോം കുളത്തിൽ നിന്ന് കോരിയെടുത്ത വെള്ളം എന്ത് ചെയ്യുമെന്നറിയാമോ? യാഗപീഠത്തിന്റെ ചുവട്ടിൽ അത് ഒഴിക്കുവാനായിട്ടിടയാകും. അങ്ങനെയാണ് ആ കൂടാര പെരുന്നാള് അവസാനിക്കുന്ന ദിവസത്തിൽ ചെയ്യുന്ന കാര്യം. ഇനി നാം കുറിക്കൊള്ളേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഈ ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തിൽ നാളിൽ നിന്നുകൊണ്ട് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു വിളിച്ചു പറഞ്ഞൊരു കാര്യം നമുക്കറിയാം. എന്താണത്? യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ ആ 37-ാം വാക്യത്തിലാണ് ആ വാക്യം നമുക്ക് കാണാൻ കഴിയുന്നത്. എന്താണ് കർത്താവ് പറഞ്ഞത്? ദാഹിക്കുന്ന ഏവരും എന്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞു. അതായത് തിരുവെഴുത്ത് പറയുന്നത് പോലെ എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്നാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് ആ ഉത്സവത്തിന്റെ മഹാദിനമായ ആ ദിവസത്തിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയുവാനായിട്ട് ഇടയായത്. കർത്താവ് ഈ ഒരു കാര്യം പ്രസ്താവിക്കുന്നതിൽ നിന്ന് പുതിയ നിയമ വിശ്വാസികളായിരിക്കുന്ന നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. തന്നിൽ വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് പരിശുദ്ധാത്മാവാകുന്ന നദി ഒഴുകും എന്നാണ് കർത്താവ് അന്ന് പറഞ്ഞതിന്റെ അർത്ഥം. പ്രിയപ്പെട്ട ദൈവമക്കളെ, എന്നെ കേൾക്കുന്നവരോട് എനിക്ക് പറയാനുള്ളതായ ഒരു കാര്യം, അങ്ങനെ കർത്താവ് പറയാനായിട്ടുള്ള മറ്റൊരു കാര്യം കൂടെ നാം ശ്രദ്ധിച്ചാൽ, കർത്താവ് എന്താ പറഞ്ഞത്? എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ ഒഴുകും. അപ്പോൾ ആ ഒരു പ്രയോഗം കർത്താവ് അവിടെ കൊടുക്കുവാൻ മറ്റൊരു കാരണമുണ്ട്. ഞാൻ എന്റെ പശ്ചാത്തലം പറയുന്നത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. കർത്താവ് ആ പശ്ചാത്തലം പറയുവാൻ കാരണം ഞാൻ പറഞ്ഞല്ലോ, ശലോമോന്റെ ആലയത്തിൽ താമ്രത്തൊട്ടിക്ക് പകരം വെച്ചിരുന്നത് എന്താണെന്നാ പറഞ്ഞേ? താമ്രം കൊണ്ടുണ്ടാക്കിയതായ വലിയൊരു പാത്രം. അതിന്റെ അളവ് പറഞ്ഞിട്ടില്ല. താമ്രക്കടൽ എന്നാണ് അതിനെ സംബോധന ചെയ്തിരിക്കുന്നത്. എന്നാൽ
ഈ താമ്രക്കടലിനെ കുറിച്ച് 1 രാജാക്കന്മാരുടെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 26-ാം വാക്യം തൊട്ട് വായിക്കുമ്പോഴും 2 ദിനവൃത്താന്ത പുസ്തകം 4-ാം അധ്യായം 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴും അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു സംഭവം എന്താണെന്നറിയാമോ? താമ്രക്കടൽ ശലോമോന്റെ ആലയത്തിൽ ഉയർത്തി വെച്ചിരുന്നത് 12 താമ്രക്കാളകളുടെ പുറത്താണ്. താമ്രക്കാളകൾ എന്ന് പറഞ്ഞാൽ ഓരോ വശങ്ങളിലും 3 കാളകൾ വെളിയിലേക്ക് മുഖം തിരിച്ച് അതിന്റെ പൃഷ്ഠഭാഗം അകത്തോട്ട് ആക്കി തെക്കോട്ടും വടക്കോട്ടും പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും 3 കാളകൾ താമ്രം കൊണ്ടുണ്ടാക്കി അതിന്റെ പൃഷ്ഠഭാഗം ഉള്ളിൽ ആക്കി അതിന്റെ മുകളിലാണ് എന്ത് ചെയ്തിരുന്നത്? താമ്രക്കടൽ വെച്ചിരുന്നത്. ഇനി ശ്രദ്ധിച്ചാൽ ഈ താമ്രക്കടലിൽ ഒഴിക്കുന്നതായിരിക്കുന്ന വെള്ളം, ആ വെള്ളം ഈ താമ്രക്കാളകളുടെ വയറ്റിൽ വരുവാനുള്ളതായിരിക്കുന്ന പൈപ്പ് സംവിധാനം ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ താമ്രക്കടലിൽ നിന്ന് വെള്ളം എവിടെ വന്ന് നിറയുന്നത്? ഈ താങ്ങി നിർത്തിയിരിക്കുന്ന താമ്രക്കാളകളുടെ വയറ്റിലാണ് വന്ന് കെട്ടിക്കിടക്കുന്നത്. എന്നാൽ ശലോമോന്റെ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന്മാർക്ക് വെള്ളം ആവശ്യമായി വരുമ്പോൾ താമ്രക്കാളകളുടെ വയറ്റിൽ നിന്നുള്ള പൈപ്പ് സംവിധാനം താമ്രക്കാളകളുടെ വായിൽ കൂടെയാണ് അത് വെളിയിലേക്ക് ക്രമീകരിച്ചിരുന്നത്. അപ്പോൾ താമ്രക്കടലിലെ വെള്ളം ആദ്യം എവിടെ വരും? താമ്രക്കാളകളുടെ ഉള്ളിൽ. ആ വയറ്റിൽ കിടക്കുന്ന വെള്ളം വെളിയിലോട്ട് വരുന്നത് അതിന്റെ വായിൽ ഘടിപ്പിച്ചിരിക്കുന്ന പൈപ്പ് വഴിയാണ്. ആ ഒരു ക്രമീകരണം മനസ്സിലാക്കിയതായിരിക്കുന്ന അർത്ഥത്തിലാണ് യേശു പറഞ്ഞത്, പുതിയ നിയമ വിശ്വാസിയോട് പറഞ്ഞത്, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് എന്ത് ചെയ്യും? ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്ന് കർത്താവ് പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ അതിന്റെ ആത്മീയ വശം ഞാനൊന്ന് സൂചിപ്പിച്ചിട്ട് അതിന്റെ അടുത്ത ഭാഗത്തേക്ക് നീങ്ങാം. നമ്മുടെ വാഴ്ത്തപ്പെട്ടവരായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് താൻ 40 നാളോളം ഭൂമിയിലായിരുന്ന ശേഷം താൻ 40-ാം ദിവസം ഒലിവ് മലയിൽ നിന്ന് എന്ത് ചെയ്തു? സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുവാനായിട്ടിടയായി. പക്ഷേ കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുൻപ് തന്നെ പറഞ്ഞിരുന്നു, ഞാൻ പിതാവിനോട് പരിശുദ്ധാത്മാവെന്ന ദാനം വാങ്ങി വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഞാൻ അത് അയച്ചു തരും. അപ്പോൾ താമ്രക്കടലാകുന്ന ആ ദൈവസന്നിധിയിൽ സ്വർഗത്തിലായിരുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പെന്തക്കോസ്ത് നാളിൽ കൂടിയിരുന്ന തന്റെ ജനത്തിന്റെ ആ ഉള്ളിലേക്ക് അത് വന്ന് നിറയ്ക്കുവാനായിട്ടിടയായി. അങ്ങനെ കാത്തിരുന്ന് പ്രാർത്ഥിച്ചവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ ശേഷം എന്ത് സംഭവിച്ചെന്നറിയാമോ? ജീവജലത്തിന് നദികൾ നിങ്ങളിൽ നിന്ന് ഒഴുകും എന്ന് പറഞ്ഞതായിരിക്കുന്ന ആ പ്രസ്താവന അനുസരിച്ച് അവരുടെ വായിൽ കൂടെ അന്യഭാഷയായിട്ട് അത് വെളിയിലേക്ക് ആത്മാവിന്റെ പ്രവാഹം വരുവാനായിട്ട് ഇടയായി എന്നുള്ള ഒരു നിഴൽ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അത് തീർച്ചയായും ദൈവമക്കൾ ഓർത്തിരിക്കേണ്ടതായ സംഗതിയാണ് എന്ന് ഓർപ്പിച്ചുകൊണ്ട് താമ്രത്തൊട്ടിയെ കുറിച്ചുള്ളതായിരിക്കുന്ന ആത്മീയ പാഠങ്ങളിലേക്ക് നാം പ്രവേശിപ്പാൻ പോകുകയാണ്. അടുത്തതായി ചിന്തിപ്പാനുള്ളതായിരിക്കുന്ന ഭാഗം താമ്രത്തൊട്ടിയെ കുറിച്ചുള്ളതായ ചില ആത്മീയ പാഠങ്ങൾ എന്നുള്ളതാണ്.
താമ്രത്തൊട്ടിയെ കുറിക്കുന്ന ചില ആത്മീയ പാഠങ്ങൾ. ഒന്നാമത്തെ കാര്യം, താമ്രത്തൊട്ടിയിൽ മരം ചേർത്തിട്ടില്ല. അതായത് ഖദിരമരം ചേർന്നിട്ടില്ല. കൂടാരത്തിലെ യാഗപീഠം, അതുപോലെ കാഴ്ചയപ്പത്തിന്റെ മേശ, ധൂപപീഠം, നിയമപ്പെട്ടകം, ഈ പറയുന്ന ഉപകരണങ്ങളിലെല്ലാം എന്ത് ചേർന്നിട്ടുണ്ട്? ഖദിരമരം ചേർന്നിട്ടുണ്ട്. എന്നാൽ ഈ താമ്രത്തൊട്ടി നിർമ്മിച്ച ഭാഗം ശ്രദ്ധിച്ചാൽ താമ്രത്തൊട്ടിയിൽ എന്ത് ചേർന്നിട്ടില്ല? മരം ചേർന്നിട്ടില്ല. അതിനൊരു ആത്മീയ അർത്ഥമുണ്ട്. ആ അർത്ഥം എന്തെന്നാൽ, നമ്മൾ യാഗപീഠത്തെ സംബന്ധിച്ച് പഠിച്ച അവസരത്തിൽ താമ്രം കൊണ്ടും ഖദിരമരം കൊണ്ടുമാണ് യാഗപീഠം ഉണ്ടാക്കിയതെന്ന് ചിന്തിച്ച ശേഷം യാഗപീഠം യേശുക്രിസ്തുവിനെ സൂചിപ്പിക്കുന്നതാണെങ്കിൽ താമ്രം യേശുവിൽ അടങ്ങിയിരിക്കുന്ന ദൈവത്വവും ഖദിരമരം യേശുവിൽ അടങ്ങിയിരിക്കുന്ന മനുഷ്യത്വത്തെയുമാണ് സൂചിപ്പിക്കുന്നതെന്ന് നമ്മൾ പഠിച്ച ഭാഗം ഓർമ്മയുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ താമ്രത്തൊട്ടിയിൽ മരം ചേർന്നിട്ടില്ല എന്ന് പറയാൻ കാരണം, താമ്രത്തൊട്ടി പരിശുദ്ധാത്മാവിന് നിദർശനമാണ്. അപ്പോൾ അതിൽ മരം ചേർന്നിട്ടില്ല എന്ന് പറയാനായിട്ട് കാരണം, നമ്മുടെ മേൽ പകർന്ന പരിശുദ്ധാത്മാവ് മനുഷ്യാവതാരം എടുത്തിട്ടില്ല, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൽ മനുഷ്യത്വമില്ല എന്നാണ് ആ ഭാഗം സൂചിപ്പിക്കുന്നത്. അതേ സമയത്ത് പരിശുദ്ധാത്മാവിന് ആളത്വം ഉണ്ടെന്നും ഇച്ഛാശക്തി ഉണ്ടെന്നൊക്കെ അധികാരമുണ്ടെന്നൊക്കെ നമ്മൾ പഠിക്കുന്ന ഭാഗങ്ങളാണ്. എന്നാൽ ഇവിടുത്തെ അർത്ഥം താമ്രത്തൊട്ടി പരിശുദ്ധാത്മാവിന്, ആ പരിശുദ്ധാത്മാവിൽ മനുഷ്യാവതാരമില്ല, അല്ലെങ്കിൽ മാനുഷികമായിരിക്കുന്ന യാതൊരു കാര്യങ്ങളും പരിശുദ്ധാത്മാവിൽ അടങ്ങിയിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. അടുത്തത്, രണ്ടാമത്തെ കാര്യം, താമ്രത്തൊട്ടിക്ക് തണ്ടുകളും വളയങ്ങളും ഉണ്ടായിരുന്നതായി പറഞ്ഞിട്ടില്ല. പല ഉപകരണങ്ങളും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ് യാഗപീഠം പഠിച്ചപ്പോൾ നമ്മൾ ചിന്തിച്ചു തണ്ടുകളും വളയങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ ഇവിടെ താമ്രത്തൊട്ടിയെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം എന്താണ്? താമ്രത്തൊട്ടിക്ക് തണ്ടുകളും വളയങ്ങളും ഉണ്ടായിരുന്നതായി വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല എന്നുള്ളതായ മറ്റൊരു പോയിന്റാണ്. ഈ ഒരു ഭാഗം ചിന്തിക്കുമ്പോൾ ഓർത്തിരിക്കണം, വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പല ഭാഗങ്ങൾക്കും ആത്മീയ അർത്ഥമുണ്ട്. എന്നാൽ പറയാതെ വിട്ടിരിക്കുന്ന കാര്യങ്ങൾക്കും വേദപുസ്തകത്തിൽ അതിൻ്റെതായ അർത്ഥമുണ്ട് എന്നൊരു കാര്യം ഈ അവസരത്തിൽ നമ്മൾ ഓർത്തിരിക്കണം. അപ്പൊ താമ്രത്തൊട്ടിക്ക് തണ്ടുകളും വളയങ്ങളും ഉണ്ടായിരുന്നതായി പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ആത്മീയ അർത്ഥം നാം ചിന്തിച്ചാൽ, ഈ പരിശുദ്ധാത്മാവിനെ ആരും നിയന്ത്രിക്കേണ്ട എന്നാണ് അതിന്റെ അർത്ഥം. പരിശുദ്ധാത്മാവിനെ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് കൊണ്ടുപോകാനോ പരിശുദ്ധാത്മാവിനെ നിയന്ത്രിക്കാനോ മനുഷ്യന് ദൈവം ഏൽപ്പിച്ചിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. ഉദാഹരണമായി മറ്റൊരു ഭാഗം കൂടെ എബ്രായ ലേഖനം 7-ാം അധ്യായത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ യേശു ക്രിസ്തുവിന് നിഴലായി പറഞ്ഞിരിക്കുന്ന മൽക്കീസദേക്കിനെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ മൽക്കീസദേക്കിന് മാതാപിതാക്കളെ കുറിച്ചോ വംശാവലിയെ കുറിച്ചോ ജീവ ആരംഭത്തെ കുറിച്ചോ ജീവ അവസാനത്തെ കുറിച്ചോ ഒന്നും പറയാതെ വിട്ടിരിക്കുകയാണ്.
അതിനെല്ലാം അർത്ഥമുണ്ട്. അത് യേശുവിനെ സംബന്ധിക്കുന്നതായതുകൊണ്ടാണ് അത് പറയാതെ വിട്ടിരിക്കുന്നത്. അപ്പൊ അതിനും അർത്ഥമുള്ളതുപോലെ ഇതിനും അർത്ഥമുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം. മനുഷ്യൻ തന്റെ അധീനതയിൽ ആക്കേണ്ടതായിട്ടോ പരിശുദ്ധാത്മാവിനെ നിയന്ത്രിക്കേണ്ടതായിട്ടോ മനുഷ്യനെ ദൈവം ഏൽപ്പിച്ചിട്ടില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് തന്റെ ഇഷ്ടം പോലെ പ്രവർത്തിക്കുന്നു എന്നാണ് ആ വിഷയം പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മുടെ കർത്താവ് നീക്കിയോദെക്കുസിനോട് സംസാരിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, കാറ്റ് ഇഷ്ടമുള്ളിടത്തേക്ക് ഓതുന്നു, എവിടെ നിന്ന് വരുന്നു, എവിടേക്ക് പോകുന്നു എന്ന് ആരും അറിയുന്നില്ല. അവിടെ പരിശുദ്ധാത്മാവിനെയാണ് കാറ്റിനോട് സാമ്യപ്പെടുത്തി കർത്താവ് പറയുവാനായിട്ട് ഇടയായത്. അപ്പൊ നാം അല്ല പരിശുദ്ധാത്മാവിനെ നിയന്ത്രിക്കേണ്ടത്, പ്രത്യുത നമ്മെയാണ് പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യേണ്ടത്, നിയന്ത്രിക്കേണ്ടത് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഇനി മൂന്നാമതായിട്ട് ഈ താമ്രത്തൊട്ടിയെ കുറിച്ച് പഠിക്കാനുള്ള മറ്റൊരു കാര്യം, ഈ പരിശുദ്ധാത്മാവാകുന്ന താമ്രത്തൊട്ടിയോടുള്ള ബന്ധത്തിൽ താമ്രത്തൊട്ടിക്ക് അളവ് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അളവ് പറയാതെ വിട്ടിരിക്കുകയാണ്. യാഗപീഠത്തിന് ഇത്ര മുഴം നീളം, ഇത്ര മുഴം വീതി, ഇത്ര മുഴം പൊക്കം എന്നുള്ള അളവുണ്ട്. അതുപോലെ വെള്ളം നിറയ്ക്കുവാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന താമ്രത്തൊട്ടിക്ക് എന്ത് പറഞ്ഞിട്ടില്ല, അളവ് പറഞ്ഞിട്ടില്ല. അതിന്റെ ആത്മീയ അർത്ഥം, നമ്മുടെ കർത്താവ് പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകുന്നത് എങ്ങനെയാണ്, അളവില്ലാതെയാണ് നൽകുന്നത് എന്നാണ് അതിന്റെ അർത്ഥം. അളവ് കൂടാതെ പരിശുദ്ധാത്മാവിനെ ചോദിക്കുവാനായി കർത്താവ് പറഞ്ഞിട്ടുണ്ട്. സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. കർത്താവ് അവിടെ പറഞ്ഞിട്ടുണ്ട്, അപ്പനോട് മകൻ അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുമോ? അപ്പനോട് മകൻ മത്സ്യം ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ? അപ്പനോട് മകൻ മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ എന്ന് കർത്താവ് പറഞ്ഞ ശേഷം കർത്താവ് പറയുകയാണ്, സ്വർഗ്ഗസ്ഥനായിരിക്കുന്ന നിങ്ങളുടെ പിതാവിനോട് പരിശുദ്ധാത്മാവിനെ ചോദിച്ചാൽ അവരെത്ര അധികം നൽകും എന്ന് പറഞ്ഞാൽ, അളവ് കൂടാതെയാണ് പരിശുദ്ധാത്മാവിനെ ദൈവം നമ്മുടെ മേൽ പകരുന്നത് എന്നാണ് ഇവിടെ താമ്രത്തൊട്ടിക്ക് അളവ് പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ കാരണം. താമ്രത്തൊട്ടി പരിശുദ്ധാത്മാവിനെയാണല്ലോ സൂചിപ്പിക്കുന്നത്. അടുത്തതായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്, താമ്രത്തൊട്ടിയിൽ വെള്ളം നിറച്ചിരിക്കുന്നു. അതൊരു പോയിന്റാണ്. താമ്രത്തൊട്ടിയിൽ വെള്ളം നിറച്ചിരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ സമാഗമന കൂടാരത്തിൽ താമ്രത്തൊട്ടിയിൽ വെള്ളം നിറയ്ക്കുന്നത് അല്ലെങ്കിൽ നിറച്ചിരുന്ന വെള്ളം എവിടുന്ന് കിട്ടിയ വെള്ളം എന്ന് പറയാമോ? അതായത് പാറയെ മോശ അടിച്ചപ്പോൾ ആ പാറയിൽ നിന്ന് ഒഴുകിയ വെള്ളം. അതിനെക്കുറിച്ച് വേദശാസ്ത്രജ്ഞന്മാർ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ദൈവം പാറയിൽ നിന്ന് പുറപ്പെടുവിച്ച വെള്ളമാണ് നൽകിയത്. ആ വെള്ളം പാറയിൽ നിന്ന് പുറപ്പെട്ട ശേഷം അവർ യാത്ര ചെയ്ത് പോയതായ ആ സ്ഥലങ്ങളിൽ, അവർ യാത്ര ചെയ്ത് പോകുന്നതിന്റെ ആ മണലിന്റെ അടിയിൽ കൂടെ ഈ വെള്ളം അവരെ അനുഗമിച്ചിരുന്നു എന്നാണ് വേദപണ്ഡിതന്മാര് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൂടാരം മാറ്റി അടിക്കുമ്പോൾ അവർക്ക് വെള്ളം വേണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? അവർ പാർക്കുന്ന സ്ഥലത്തെ മണൽ മാറ്റിയാൽ മതി. അവരെ അനുഗമിച്ചിരുന്നതായ ആ വെള്ളം അവർക്ക് കാണുവാനായിട്ടിടയാകും. ആ വെള്ളമാണ് അവരുപയോഗിച്ചു കൊണ്ടിരുന്നത്. അതിനൊരു തെളിവും കൂടെയുണ്ട്. എന്താ തെളിവ്?
1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിന് 4-5 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നത് എന്താണ്? അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ആരാണ്? യേശു ക്രിസ്തു ആണ് എന്ന് അവിടെ കാണാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഒരു ആത്മീയ അർത്ഥം കൂടെ ഞാൻ ഇത്തരണത്തിൽ ഓർപ്പിക്കാം. നമ്മുടെ കർത്താവ് ആരാണ്? യുഗങ്ങളുടെ പാറയാണല്ലേ. അവൻ ദൈവസഭയുടെ മൂലക്കല്ലായ പാറയാണ്. അനേക കുടുംബങ്ങളുടെ അടിസ്ഥാന പാറയാണ്. ഓരോ വ്യക്തികളുടെയും അടിസ്ഥാന പാറയാണ് ആര്? യേശു ക്രിസ്തു. അങ്ങനെയാണെങ്കിൽ ക്രൂശിന്മേൽ വെച്ച് ഈ പാറയാകുന്ന ക്രിസ്തുവിനെ മുറിവേൽപ്പിച്ച് അടിച്ച് അവനെ കൊലപ്പെടുത്തി കളഞ്ഞു ഇല്ലേ? ആ പാറ അടികൊണ്ടവനായി തീരുവാനിടയായി. റോമൻ പടയാളികളുടെ ആ ആയുധങ്ങൾ ഉപയോഗിച്ച് അവനെ അടിക്കുവാനും കുത്തുവാനും ഒക്കെ ഇടയായി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിനെ അടിക്കപ്പെട്ട പാറയായിട്ട് കാണാൻ കഴിയും. അവൻ അരിമത്തിയക്കാരനായിരിക്കുന്ന യോസഫിന്റെ കല്ലറയിൽ അടക്കപ്പെട്ടു ഇല്ലേ? പക്ഷേ അവൻ മരണത്തെ ജയിച്ചെന്ത് ചെയ്തു? ഉയർക്കുവാനിടയായി. ഉയർത്തവനായ കർത്താവ്, ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ, നമ്മുടെ കർത്താവ് സ്വർഗത്തിലേക്ക് കയറിപ്പോയി. അങ്ങനെ സ്വർഗത്തിലെത്തിയ ശേഷം ആ കർത്താവാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് വേണ്ടി എന്ത് ചെയ്തത്? അയച്ചു തരുവാനായിട്ട് ഇടയായി. അങ്ങനെയാണെങ്കിൽ ഈ താമ്രത്തൊട്ടിയിൽ നിറച്ചിരിക്കുന്ന വെള്ളം, താമ്രത്തൊട്ടി ഉൾപ്പെടെ, അത് പരിശുദ്ധാത്മാവിനെയാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ മോശയാൽ അടിക്കപ്പെട്ട പാറയിൽ നിന്ന് പുറപ്പെട്ടൊഴുകിയതായ വെള്ളമാണ് അവിടെ നിറച്ചിരിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു സത്യമാണ് നമുക്ക് ക്രിസ്തുവിൽ കൂടെ നൽകിയതായ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ഇനി അടുത്തതായിട്ട് താമ്രത്തൊട്ടിയെ കുറിച്ച് പറയുവാൻ കഴിയുന്ന മറ്റൊരു കാര്യം, യാഗപീഠത്തിന്റെ സ്ഥാനം കഴിഞ്ഞ ശേഷമാണ് താമ്രത്തൊട്ടിയുടെ സ്ഥാനം എന്നുള്ളത്. താമ്രത്തൊട്ടിയുടെ സ്ഥാനം എവിടെയാണ്? യാഗപീഠം കഴിഞ്ഞുള്ള സ്ഥാനമാണ്. അങ്ങനെയാണെങ്കിൽ അതിനൊരു ആത്മീയ ചിന്ത പറയാം. യാഗപീഠം ആരെ കുറിക്കുന്നു? വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് സൂചിപ്പിക്കുന്നത്. യാഗപീഠത്തിൽ നടത്തപ്പെടുന്ന യാഗങ്ങളൊക്കെ എന്താ സൂചിപ്പിക്കുന്നത്? യേശു ക്രൂശിൽ നമുക്ക് വേണ്ടി അവൻ പരമയാഗമായി തീർന്നു എന്നുള്ളതാണ് ആ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ പ്രാകാരത്തിലേക്ക് കയറി ചെല്ലുന്ന ഒരാള് ആദ്യം സമീപിക്കുന്നത് ഏതുപകരണത്തെയാണ്? യാഗപീഠത്തെയാണ്. അതുപോലെ ഒരുവൻ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുമ്പോൾ ആദ്യമായി ആരെയാണ് അഭിമുഖീകരിക്കേണ്ടത്? യേശു ക്രിസ്തുവിനെയാണ്. യേശു ക്രിസ്തു നമുക്ക് വേണ്ടി കാൽവരിയിൽ യാഗമായി തീർന്നുവെന്ന് നാം വിശ്വസിക്കുകയും അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവനാണെന്ന് നാം അറിയുകയും ചെയ്യുന്ന ആദ്യത്തെ സംഭവമാണ് യാഗപീഠം സൂചിപ്പിക്കുന്നതെങ്കിൽ, അങ്ങനെ യേശുവിൽ വിശ്വസിച്ചവർക്ക് മാത്രമേ അടുത്തതായിട്ട് പരിശുദ്ധാത്മാവിന് ലഭിക്കുകയുള്ളൂ എന്നാണ് ഈ കാര്യം നമ്മെ പഠിപ്പിക്കുന്നത്. ഏത് കാര്യം? യാഗപീഠം കഴിഞ്ഞാണ് താമ്രത്തൊട്ടിയുടെ സ്ഥാനം എന്നുള്ളതായിരിക്കുന്ന ഭാഗം നമ്മെ പഠിപ്പിക്കുന്നതായ കാര്യം. ഇനി അടുത്തതായിട്ട് താമ്രത്തൊട്ടിയെ കുറിച്ച് പറയുന്ന മറ്റൊരു കാര്യം,
താമ്രത്തൊട്ടിക്ക് കാലുകൾ ഉണ്ടായിരുന്നതായി പറഞ്ഞിട്ടില്ല. താമ്രത്തൊട്ടി ഉയർത്തിയാണ് വെച്ചിരിക്കുന്നത്. അതിന് തീർച്ചയായും എന്തെങ്കിലും സ്റ്റാൻഡ് കാലുകൾ ഉണ്ടായിരിക്കും. പക്ഷേ ഈ കാര്യം പറയാതെ വിട്ടിരിക്കുകയാണ്. ഞാൻ മുമ്പേ ഓർപ്പിച്ചല്ലോ, പറയാതെ വിട്ടിരിക്കുന്ന കാര്യങ്ങൾക്കും വേദപുസ്തകത്തിൽ അർത്ഥമുണ്ട്. ഇവിടെ താമ്രത്തൊട്ടിക്ക് സ്റ്റാൻഡ് അതുപോലെ കാലുകൾ ഉണ്ടായിരുന്നതായിട്ട് പ്രസ്താവിച്ചിട്ടില്ല. അതിന്റെ അർത്ഥം, താമ്രത്തൊട്ടി ഉയർത്തി നിൽക്കണമെങ്കിൽ അതിന് കാലുകൾ ആവശ്യമാണ്. അത് മറ്റൊരു വശമാണ്. പക്ഷെ അത് പറയാതെ വിട്ടിരിക്കുകയാണ്. അതുപോലെ ശലോമോന്റെ ആലയത്തിൽ താമ്രക്കടൽ ഉയർത്തി വെച്ചിരിക്കുന്നത് എവിടെയാണ്? താമ്രക്കാളകളുടെ മേലാണ്. പക്ഷെ ഇവിടെ ഈ കാര്യം പറയാതെ വിട്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഉയരത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഐക്യപ്പെട്ടതായ പരിശുദ്ധാത്മാവിനെ വഹിക്കുവാനായിട്ട് ദൈവം നമ്മെയാണ് ഏൽപ്പിച്ചിരിക്കുന്നതെന്നുള്ള കാര്യം നാം ഒരിക്കലും മറക്കരുത്. നാമാണ് പരിശുദ്ധാത്മാവിന്റെ വാഹികൾ. നമ്മിലാണ് പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നത്? വാസം ചെയ്യുന്നത്. പരിശുദ്ധാത്മാവിന് ലോകത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ, പരിശുദ്ധാത്മാവിനെ വഹിക്കണമെങ്കിൽ ആര് വേണം? ദൈവമക്കളാകുന്ന അല്ലെങ്കിൽ വിശ്വാസികളായിരിക്കുന്ന പ്രിയപ്പെട്ടവർ വേണം എന്നാണ് ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നത് എന്നുള്ള കാര്യം ഓർപ്പിച്ചുകൊണ്ട് ഞാൻ അടുത്ത ഭാഗത്തേക്ക് നീങ്ങുകയാണ്. അടുത്തതായിട്ട് താമ്രത്തൊട്ടിയെ കുറിച്ച് പറയാനുള്ളതായ മറ്റൊരു കാര്യം, താമ്രത്തൊട്ടി താമ്ര കണ്ണാടി കൊണ്ട് ഉണ്ടാക്കപ്പെട്ടതാണ്. താമ്രത്തൊട്ടി താമ്ര കണ്ണാടി കൊണ്ട് ഉണ്ടാക്കപ്പെട്ടതാണ്. പുറപ്പാട് പുസ്തകം 38-ാം അധ്യായം 8-ാം വാക്യം. ഞാൻ ആദ്യം ഓർപ്പിച്ചല്ലോ, താമ്ര തൊട്ടി ഉണ്ടാക്കിയിരുന്നത് സമാഗമന കൂടാരത്തിൽ സേവ ചെയ്യുവാനായിട്ട് കടന്നു വന്ന ആ സ്ത്രീകൾ ഉപയോഗിച്ചിരുന്ന താമ്ര കണ്ണാടി കൊണ്ടാണ് ഈ താമ്രത്തൊട്ടി ഉപയോഗിച്ചിരുന്നത്. അപ്പൊ താമ്രത്തൊട്ടിയുടെ അടുത്തേക്ക് ഒരാള് ചെല്ലുമ്പോൾ ആദ്യം ഈ താമ്രത്തൊട്ടി മിനുസമുള്ളതായി കണ്ണാടി പോലെ നമ്മളുടെ രൂപം പ്രതിബിംബിക്കുന്ന ഒരു രീതിയായിട്ട് അവിടെ കാണാൻ കഴിയും. അപ്പൊ കൂടാരത്തിൽ ചെല്ലുന്നതായിരിക്കുന്ന ആ ഒരു വ്യക്തിയെ ഉള്ളതുപോലെ അവൻ എങ്ങനെ ഇരിക്കുന്നു എന്ന് വെളിപ്പെടുത്തുന്ന ഒരു പ്രക്രിയയാണ് ഈ താമ്രത്തൊട്ടി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, സമാഗമന കൂടാരത്തിൽ സേവ ചെയ്യുന്ന പുരോഹിതന്മാരുടെ കൈകാലുകളൊക്കെ അല്ലെങ്കിൽ അവരുടെ ശരീരമൊക്കെ മലിനപ്പെട്ടാൽ ഈ താമ്രത്തൊട്ടിയുടെ അടുക്കൽ ചെല്ലുമ്പോൾ തന്നെ എന്ത് ചെയ്യും? അവരുടെ മാലിന്യം എവിടെയാണെന്ന് ഈ താമ്രത്തൊട്ടിയെ നോക്കിയ ഉടനെ അത് മനസ്സിലാക്കാനായിട്ട് കഴിയും, ഇല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായ ഒരു കാര്യം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുമായിട്ട് നാം ബന്ധപ്പെട്ട് കഴിയുമ്പോൾ അല്ലെങ്കിൽ നാം അതിന്റെ വാഹികളായി മാറുമ്പോൾ, പരിശുദ്ധാത്മാവിനോട് അടുക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുമെന്നറിയാമോ? നമ്മുടെ മാലിന്യ വശങ്ങളെ തന്നെ കാണിച്ചു തരും. പരിശുദ്ധാത്മാവ് നമ്മോട് തന്നെ പറയും, നിന്റെ ഭാഗത്ത് ഇന്നിന്ന കുറ്റങ്ങളുണ്ട്, ഇന്നിന്ന കുറവുകളുണ്ട്. അങ്ങനെ കുറവുകളിൽ തന്നെ അതിനകത്ത് വെള്ളം ഉപയോഗിച്ച് കഴുകിക്കളയുവാൻ സാധ്യതയുള്ളതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് നമ്മെ ശുദ്ധീകരിക്കും എന്നുള്ളതാണ്
ആ ഭാഗത്ത് നിന്ന് നമുക്ക് ഗ്രഹിപ്പാൻ കഴിയുന്ന കാര്യം. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ അടുക്കലേക്ക് നാം അടുത്ത് ചെല്ലുമ്പോൾ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുമെന്നറിയാമോ? നമ്മുടെ തെറ്റുകുറ്റങ്ങളെ അത് മനസ്സിലാക്കി തരും. നമ്മുടെ സംസാരത്തിലോ നമ്മുടെ ഹൃദയവിചാരത്തിലോ നമ്മുടെ ഇടപാടുകളിലോ നമ്മുടെ ജീവിതത്തിന്റെ ഏത് മണ്ഡലങ്ങളിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മെ ബോധ്യപ്പെടുത്തുമെന്നുള്ളതാണ് ആ താമ്ര കണ്ണാടി കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന താമ്രത്തൊട്ടി നമ്മെ മനസ്സിലാക്കുന്ന കാര്യം. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ നിറവിലായിരിക്കുന്ന ദൈവമക്കൾ പരിശുദ്ധാത്മാവുമായിട്ട് നാം ബന്ധപ്പെടുമ്പോൾ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ നാം നിറയപ്പെടുമ്പോൾ നമ്മുടെ കുറ്റം തന്നെ, നമ്മുടെ കുറവുകൾ തന്നെ എന്ത് ചെയ്യും? പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിക്കും, നമ്മെ കാണിച്ചു തരും. ആ സന്ദർഭത്തിൽ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവിന് കാണിച്ചു തന്നതായ ആ കുറവുകൾ, ആ കുറ്റങ്ങൾ, ദിനംതോറും ജീവിതത്തിൽ വരുന്നതായിരിക്കുന്ന മാലിന്യങ്ങൾ പരിശുദ്ധാത്മാവിനാൽ തന്നെ എന്ത് ചെയ്യുവാൻ കഴിയും? അത് കഴുകി ശുദ്ധീകരണം പ്രാപിപ്പാനായിട്ട് കഴിയും എന്നുള്ളതാണ് നമുക്ക് ആ ചിന്തയിൽ നിന്ന് ഗ്രഹിക്കുവാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെയാണ് ഈ താമ്രത്തൊട്ടിയുടെ ആത്മീകമായിരിക്കുന്ന ചിന്തകൾ നമുക്കവിടെ ഗ്രഹിക്കുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ സമാഗമന കൂടാരത്തിന്റെ രണ്ടാം ഭാഗത്ത് വെച്ചിരിക്കുന്ന ഈ താമ്രത്തൊട്ടിയുടെ ഭാഗം വരെ മാത്രമേ നമ്മുടെ ക്ലാസ്സിൽ നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളൂ. എന്റെ ക്ലാസ് എന്നുവരെയാണെന്നുള്ളത് പ്രിയ ഷാജി പാസ് എന്നെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ആ ക്ലാസ്സുകൾ കൊണ്ട് ഈ സമാഗമന കൂടാരം മുഴുവനും പഠിച്ചു തീർക്കുവാനായിട്ട് നമുക്ക് സാധ്യമല്ല. തീർച്ചയായും അതിന് അവസരങ്ങൾ ഉണ്ടായാൽ പിന്നീട് ആ ഭാഗങ്ങളെ കുറിച്ച് ചിന്തിക്കാനായിട്ടാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. ഇങ്ങനെ ഈ ചുരുക്കമായിരിക്കുന്ന സമയം മാത്രമേ നമുക്ക് ഓൺലൈനിൽ കൂടെ ലഭ്യമായി തരികയുള്ളൂ. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഈ ഭാഗങ്ങൾ പറഞ്ഞ് മുൻപോട്ട് പോയതാണ്. എന്നാൽ അതിന്റെ തുടർന്നുള്ളതായിരിക്കുന്ന ഭാഗങ്ങൾ പിന്നീട് നമുക്ക് ചിന്തിക്കാനായിട്ട് അവസരം ലഭിക്കുമ്പോൾ അത് ചിന്തിക്കുവാനായിട്ട് കർത്താവ് സാവകാശത്തെ നൽകട്ടെ. തീർച്ചയായും ഈ പഠനം നമ്മുടെ ജീവിതത്തിൽ വളരെ ആത്മീയമായിരിക്കുന്ന വലിയൊരു ഉയർച്ചയിലേക്ക് നമ്മെ നടത്തുമെന്ന് എനിക്ക് പൂർണ്ണ ഉറപ്പുണ്ട്. ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കുന്ന ഒരാൾക്ക് വചനം സംസാരിക്കുമ്പോൾ പോയിന്റിന് വേണ്ടി പിന്നെ എങ്ങും പോകേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മൾ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ടാണ് ഈ ഭാഗങ്ങൾ മുൻപോട്ട് ചിന്തിച്ച് പോകുന്നത്. അതുകൊണ്ട് ദൈവം നമ്മെ ഈ പഠനത്തിലൂടെ സഹായിക്കട്ടെ. ഈ ക്ലാസ്സിൽ ദൈവം പഠിക്കുന്ന എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതിനാവശ്യമായിരിക്കുന്ന പോഷണം പ്രിയ ഷാജി പാസിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. തീർച്ചയായും ഇന്ന് നിങ്ങളോട് പറഞ്ഞതായിരിക്കുന്ന ദൂതുകളൊക്കെ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതൊരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ പ്രയാസം ഉണ്ടാകാൻ പറയുന്നതല്ല, നിങ്ങളുടെ നന്മയ്ക്കാണ് അത് പ്രസ്താവിക്കുന്നത് എന്നുള്ള കാര്യം ഞാൻ ഒന്നുകൂടെ ഓർപ്പിക്കുകയാണ്. ശാസന ലഭിച്ച എല്ലാവർക്കും അത് അനുഗ്രഹമായി തീരുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്.